പേഴ്സണൽ അറ്റാക്സ് വരുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫൈലുള്ള ആളുകൾ തന്നെയാണോ അതോ റാൻഡം ഫേക്ക് അക്കൗണ്ട്സ് ആണോ? നേരത്തെ നമ്മൾ പറയുന്ന പോലെ പ്രൊഫൈലുള്ളവരും വരാറുണ്ട്, അങ്ങനെ അല്ലാത്തവരും വരാറുണ്ട്. അതൊന്നും തികച്ചും ഫേസ് ഇല്ലാത്ത മനുഷ്യർ മാത്രമൊന്നും അല്ല നടത്തുന്നത്. ഓരോരുത്തരുടെയും ഗ്രൂപ്പുകളിലുള്ള ഓരോ ആളുകൾ വന്നിട്ട് അവരിങ്ങനെ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും നമ്മൾ സത്യത്തിൽ മൈൻഡ് ചെയ്യത്തില്ല. അത് എല്ലാത്തിനും പിറകെ നമുക്ക് കംപ്ലൈൻറ്റുമായി പോവാൻ തുടങ്ങിയാൽ അത് പിന്നെ നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. അതിനേ നേരം ഉണ്ടാവൂ. നമുക്ക് 1-2 കേസിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അത്രയ്ക്കും ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ആരെങ്കിലും ആണ് നമുക്കെതിരെ നടത്തുകയാണെങ്കിൽ ഓക്കെ, അവർക്കെതിരെ നമ്മൾ ഫൈറ്റിന് പോകും. അതല്ലെങ്കിൽ അവർക്കെതിരെ കംപ്ലൈന്റ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എതിരെ ഇല്ലീഗലി പോയിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബേഴ്സിന്റെ വളരെ അനാവശ്യം പറഞ്ഞ യൂട്യൂബേഴ്സിനെതിരെ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്? എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ മോശമായിട്ട് ആയിരുന്നു. ഇപ്പോ ഈ ഇഷ്യൂലായ ഒരു സ്ത്രീ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട യുവ MLA-യുമായി ചേർത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തി. അപ്പോൾ അവർക്കെതിരെ ഇതിനകത്ത് എന്തുകൊണ്ടോ പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത തരത്തിൽ എൻ്റെ പേര് പലയിടങ്ങളിലും ഒരു വെറുതെ എന്നെ ഒന്ന് ടാർണിഷ് ചെയ്യാം, എന്നെ ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ള മട്ടിൽ പല ഇടങ്ങളിൽ നിന്നായിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എൻ്റെ പേര് അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലീഗലി പോയിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ സൈബർ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ വശങ്ങൾ ഈ പറയുന്ന സൈബർ അറ്റാക്ക് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ കണ്ടുപിടിക്കാനോ എന്താ പറയാ, അത് കംപ്ലീറ്റ്ലി അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ കംപ്ലീറ്റ് കൃത്യമായി നടക്കുന്നില്ല. അതിനകത്ത് ഈ IT ആക്ടിലെ ഭേദഗതി തന്നെയാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത്. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പേരിൽ എന്തും വന്ന് പറഞ്ഞു പോവുകയാണ്. പലപ്പോഴും ഇത് ബെയിലബിൾ ആണ്. അത് കാരണം ഇതിനകത്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി നമുക്ക് പ്രൂവ് ചെയ്തെടുക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർ പറയുന്നത് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള, ഞാൻ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത കേസിൽ അവർ പറയുന്നത് ലക്ഷ്മി പത്മ എന്നല്ല, ലക്ഷ്മി താമര എന്നാണ്. പിന്നെ നമ്മളാണെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കണം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അവരെ അല്ല ഉദ്ദേശിച്ചത് എന്നങ്ങ് അവർക്ക് പറഞ്ഞ് സ്ഥാപിക്കും. അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. പത്മം താമര ആ രീതിയിലല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഞാനിപ്പോൾ ഈ മുഖമില്ലാത്ത ആളുകൾക്കെതിരെ ഒന്നും ഫൈറ്റിന് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചില യൂട്യൂബേഴ്സിനെതിരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും അത് കാരണം പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. അവരിപ്പോഴും സ്റ്റിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഇങ്ങനെ ആ അപവാദ പ്രചരണത്തിന്റെ ആ പരദൂഷണ ചൊവ്വയോടെ ആ വൃത്തികേടുകൾ അവർ മറ്റു പലർക്കും എതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷവും എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേ ഇതിനകത്ത്. അപ്പം ഞാൻ പറയാം, കേസ് പോയിട്ടും അവർക്ക് പേടിയില്ല. പോയിട്ടും ആ കേസ് കൊടുത്തതെന്തോ ഞങ്ങളെ തകർക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ ഒന്നും വായടയ്ക്കാൻ സത്യത്തിൽ പറ്റില്ല. പിന്നെ നമ്മുടെ സിസ്റ്റം അത്ര നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണോ, നിയമത്തിന് ബലമില്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ നിയമത്തിന് അത്ര ബലമില്ല. ഇവരെ ഒന്നും അകത്താക്കുവാനുള്ള ബലം നമ്മുടെ നിയമത്തിനില്ല. അതാണ് അവർക്ക് വളമാകുന്നത്. എനിക്കൊന്ന് ഒരുപാട് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് സൂയിസൈഡ് വരെ ചെയ്യുന്നുണ്ട് സൈബർ ബുള്ളിങ് കാരണമൊക്കെ. മേ ബി അതിനും ഈ പറഞ്ഞ പോലെ ഒരു നോൺ ബെയിലബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് ആയിട്ട് അതിനെ കൂട്ടേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഇഷ്യൂ അനുഭവിക്കുമ്പോഴാണ് എന്നോട് പല സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇതിപ്പോൾ സംഭവിക്കുന്ന എന്താ, നമുക്ക് നേരിട്ട് പോലും ഇപ്പം ഞാൻ ഈ പറയുന്ന യൂട്യൂബേഴ്സിന് തന്നെ എന്നെ നേരിട്ട് അറിയില്ല. അപ്പം അവരത് എവിടെന്നോ കിട്ടിയ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. എവിടെന്നോ കിട്ടുന്ന ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ചോദിച്ചില്ലേ നിങ്ങളെ മറ്റേ ബൈക്കിൽ വന്ന് ചേസ് ചെയ്യുന്നോ, അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വ്യക്തിക്കെതിരെ കൊട്ടേഷൻ എടുത്താണ് ചെയ്യുന്നത്. അത് ഒരു മീഡിയ ആയിരിക്കില്ല ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരേ സമയം ഇത് ചെയ്യും. മേ ബി നമ്മൾ ഫ്രണ്ടിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന മീഡിയാസ് ആയിരിക്കും. അല്ല, അങ്ങനെ ഒരു മെയിൻ സ്ട്രീം മീഡിയ ആണ് അതെന്ന് ഞാൻ പറയില്ല. അങ്ങനെയല്ല. ഓക്കെ, സോ കോൾഡ് യൂട്യൂബ് അങ്ങനെ ഒരു ഓൺലൈൻ സ്പേസിൽ കുറച്ച് പേര്, അവർക്ക് ഒരു പക്ഷം ഉണ്ടാവും. അവരത് കൃത്യമായ ഫണ്ടിങ്ങോടെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പണ്ടത്തെ മഞ്ഞപ്പത്രം ആ ഒരു
സെറ്റപ്പ് അല്ലേ? മഞ്ഞപത്രങ്ങൾ അധികം ആളുകൾ വായിക്കില്ലായിരുന്നു, പക്ഷെ ഇത് ഒരുപാട് ഇടങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. അപ്പോഴാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പല സ്ത്രീകളും എന്നോട് വന്ന് സംസാരിക്കുകയും, അപ്പോൾ ഇവർക്കൊന്നും ഒരു നേരിട്ട് പരിചയവുമില്ലാത്ത സ്ത്രീകളുടെക്കെതിരെ ഇവർ പറയുകയാണ് ഇങ്ങനെ അവർക്ക് വീട്ടിൽ പെൺവാണിഭമായിരുന്നു പരിപാടി എന്നൊക്കെ. ഒരു വീട്ടമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് മക്കളെ പോലും സ്കൂളിൽ അയക്കാതെ അവര് അതിന് ഭയങ്കരമായ വിഷമത്തിലാവുക. അവരെപ്പോഴും ലീഗൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാണ് കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ എന്റെ കേസിൽ അങ്ങനെയല്ല. ഞാൻ മോനോടത്ത് എല്ലാം പറയാറും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാറും ഇതിങ്ങനെ ഒരു വേൾഡ് ആണെന്ന് ഞാൻ അവന് മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് സത്യത്തിൽ എനിക്ക് അങ്ങനെ പൂർണ്ണമായും ഇല്ലയോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണ്, പക്ഷെ ഒരുവിധം അവൻ അങ്ങനെ ഒരു അതിനോട് ബോധറാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ കുട്ടികളും അങ്ങനെയല്ല. അപ്പൊ അത് സമൂഹത്തോട് മൊത്തത്തിൽ ചെയ്യുന്നത് ഈ സൈബർ ബുള്ളിയിങ്ങും ഈ സ്പേസിനെ കൃത്യമായി യൂസ് ചെയ്യാത്തത് കാരണവും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ. അതൊരു ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അവരറിയുന്നതേ ഇല്ല. അവർ ഈ കൊട്ടേഷൻ എടുക്കുമ്പോൾ അത് അറിയുന്നില്ല. ഇവർക്ക് നേരിട്ട് ഒരു പരിചയവും കാണില്ല, ഈ സ്ത്രീയെ ഒരു പരിചയവും കാണില്ല. സ്ത്രീകൾക്കെതിരെ മാത്രമല്ല ഉള്ളത്, എങ്കിലും സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് കൂടുതലാണത്. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സൈബർ ബുള്ളിങ്ങിനെയൊക്കെ ഭയങ്കര ബോൾഡായിട്ട് നേരിട്ടു, ശരിക്കും പറഞ്ഞാൽ നേരിട്ടു. അപ്പോൾ ഈ പറയുന്ന സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന കുറേ പേരുടെ കാര്യം നമ്മൾ മുമ്പും പറഞ്ഞു. അവർക്ക് മേ ബി അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എങ്ങനെ ആയിരിക്കും ഇത് ഓവർകം ചെയ്യുന്നത്. പലരും ഡിപ്രഷനിലോട്ടും ആൻസൈറ്റിയിലോട്ടും ഒക്കെ പോകുന്നുണ്ടായിരിക്കും. കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആളുകളെല്ലാവരും ജഡ്ജ് ചെയ്യുമല്ലോ. ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അത് തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ട്. ആദ്യമായിട്ട് ഒരു സൈബർ ബുള്ളിങ് നേരിടുമ്പോൾ നമ്മൾ ശരിക്കും തകരും. നമുക്കൊരു ഉറക്കം കിട്ടില്ല. നമ്മളെപ്പോഴും ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കി പുതിയ കമന്റ് വന്നോ, പുതിയ വീഡിയോ. നമ്മൾ പിന്നെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഭയപ്പെടും. നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് നിൽക്കാൻ നോക്കും. കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ തുടക്കത്തിൽ അത് അങ്ങനെ നമ്മൾ ആകെ പാനിക് ആവും. പിന്നെ എന്തിനു വേണ്ടി ഇത് എന്നോട് ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ഭയങ്കര, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിരോധമുള്ള ആളുകൾ വന്ന് നമ്മളെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെയാണ് നമ്മൾ അതിനോട്, അയാൾക്ക് എന്നോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയും. നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ വന്ന് നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ട്, ഇത് ആരിങ്ങനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ നമ്മളിങ്ങനെ ഭയങ്കര വിഷമത്തിലാവും. ഞാൻ അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോൺ മാറ്റി വെച്ചിട്ട് ഫോൺ തന്നെ നോക്കാതിരുന്നിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നും ബാധിക്കുക, ഒരു 1-2 തവണയാകുമ്പോ നമ്മൾ അതിനോട് അങ്ങ് യൂസ്ഡ് ആവുന്നതാണ്. ഓക്കെയാണ്, അത്രയും അവര് ഭീരുക്കളാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സാധാരണ ഒരാൾക്ക്, ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരാൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെന്നുവിട്ടാൽ, അതല്ലെങ്കിൽ ഇതുവരെയും അങ്ങനെ ഒരു കാര്യം നേരിടാത്ത ഒരാൾ ഇതിലേക്ക് ചെന്നുവിടുമ്പോൾ അവർ ശരിക്കും തകർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മുഖമില്ലാത്ത ആരോ ആണെന്നും, പണ്ട് കലിങ്കിൻ്റെ മുകളിലും ഒക്കെ ഇരുന്ന് കമൻറ്റ് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, അതല്ലെങ്കിൽ മൂത്രപ്പുരയിൽ അശ്ലീലം എഴുതി വെച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ എഴുതുന്നു എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ മുഖമില്ലാത്തവരാണ് എന്നും, ഇവർ നമ്മളെ പറയാൻ ഒരു തരത്തിലും നമ്മളെ ജഡ്ജ് ചെയ്യാനോ പറയാനോ ഒരു അർഹതയും ഇല്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ഉൾക്കൊള്ളുന്നിടത്തോളം ഞാനിപ്പോൾ എൻ്റെ ഇതിനകത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ ഫോട്ടോയും ഒക്കെ പോസ്റ്റ് ചെയ്യും. എല്ലാം കമൻറ്റ് ഓൺ ആക്കിക്കൊണ്ട് തന്നെ. ബിക്കോസ് കാണുന്നവർ കാണട്ടെ, ആരാണ് വൃത്തികേട് എഴുതി വെക്കുന്നത്, അവർക്കല്ലേ മോശം, നമുക്കല്ലല്ലോ. അവരുടെ പ്രൊഫൈൽ കയറി നമ്മൾ നോക്കുമ്പോൾ അവർ പോസ്റ്റ് ചെയ്ത് അവരുടെ ഫാമിലി ഫോട്ടോയും നമ്മൾ കാണും. അതെ, അവർക്ക് അവരിങ്ങനെ ഒരു ഇടത്ത് ഇങ്ങനെ ചെയ്യുന്നു. ആരൊക്കെ വെളും പ്രദേശത്ത് മലവിസർജനം ചെയ്യുന്നു, നമുക്ക് എല്ലാവരെയും തടയാൻ പറ്റില്ല. ഒരിക്കലേ ഉള്ളൂ. അതിനെ വഴിക്ക് വിട്ടേക്കാം. അതിനെ അങ്ങനെ കാണാൻ പാടുള്ളൂ.